നമസ്കാരം എല്ലാവർക്കും. മലയാള സിനിമ താരബാഹുല്യങ്ങളുള്ള സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വശത്തു നിന്ന് ഒരിത്തിരി കൂടുതൽ പ്രകാശം വരുന്നുണ്ടാകും സ്വാഭാവികമായും. മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മലയാള സിനിമ അതിൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ അഭിനേതാക്കൾ എൻ്റെ ഒപ്പമുണ്ട്. അതിലൊരാൾ എന്നത് ഞാൻ ഒരു തരത്തിലുള്ള ഇൻട്രോയും നൽകണം എന്നത് ആവശ്യമേ ഇല്ലാത്ത ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനം, നമ്മുടെ സന്തോഷം, കാണുമ്പോൾ സന്തോഷം കൂടി വരുന്ന ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അല്ല എന്നുണ്ടോ? ഞാൻ കുഞ്ചാക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പുറത്തോട്ട് നോക്കുകയാണ്. ശരി, പക്ഷെ അതിനൊപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീട്ടിലേക്ക് കയറുന്നയിടത്ത് ഒരു ചെറിയ പച്ച കളർ ഷർട്ട് ഇട്ട ഒരു ചിത്രമുണ്ട്. ഒരു ബൈക്കിലിരിക്കുന്ന ഒരു ചിത്രം. ഇവിടെ ഒരു ബട്ടൺസിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാലയുണ്ട്. ആ ചിത്രം ഇല്ലാത്ത ഒരു വീട് ഒരു കാലത്തുണ്ടായിരുന്നില്ല കേരളത്തിൽ. പിന്നെ ഒരൊറ്റ ക്യാരക്ടറിന്റെ പേര് ഒരു 10-15 അത്രയും ഉണ്ടാവുമോ അല്ലേ? ഒരു 5 മിനിറ്റ് ഒരു സിനിമയിൽ വന്നിട്ട് ഗുപ്തൻ എന്നൊരു പേര് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻട്രോ ആവശ്യമില്ലാത്ത ഒരാൾ രാജീവ് മേനോൻ. ഈ 3 പേരുമാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. പെറ്റഡ് സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ, മലയാള സിനിമയുടെ ഇനി സംഭവിക്കാനിരിക്കുന്ന മഹാത്ഭുതത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ. നമുക്ക് പറയൂ, എന്താണ് ഈ സിനിമ, എങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്? ഈ സിനിമയുടെ കഥയുമായിട്ട് ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് മലയാള സിനിമയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സിനിമയായിരിക്കില്ല. അത്രയും വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമ, വലിയ സ്കെയിലിൽ എടുക്കേണ്ട സിനിമ, ഇതെങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും? ടു ബിഗ് ഫോർ മലയാളം. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആരാ പ്രൊഡ്യൂസർ? ഇവരുണ്ട് മറ്റൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ആൻഡ്രോ എൻ്റെ കൂടെ എപ്പോഴുള്ള ഒരാളായതുകൊണ്ട് ആൻഡ്രോ ആ ഭാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആൻഡ്രോയ്ക്ക് സപ്പോർട്ടറായിട്ട് കുറച്ച് പേരുണ്ട്, അത് ഒറ്റയ്ക്കല്ല. അങ്ങനെ അത് ആരംഭിച്ചു. സിനിമ അവസാനം ഷൂട്ട് ചെയ്ത് മെയ് 1 പുറത്തിറങ്ങാൻ തയ്യാറായിരിക്കുക. ആദ്യം വരുമ്പോൾ മമ്മൂക്ക മാത്രമാണ് മനസ്സിൽ എന്നാണ് സംവിധായകൻ പറഞ്ഞത്, മഹേഷ് പറഞ്ഞത്. മോഹൻലാലിന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല, അത് മമ്മൂക്കയാണ് പറഞ്ഞത്. അല്ലല്ല, അതിന് നമ്മൾ കുറച്ചുകൂടെ നാഷണൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും, ബഡ്ജറ്റും കൂടി കാരണമായിരിക്കും അല്ലേ? ബഡ്ജറ്റും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒന്ന് ആരെങ്കിലും ബോംബെയിൽ നിന്ന് ഇറക്കാം, ഹിന്ദി സ്റ്റാർസിനെ വിളിക്കാമെന്നുള്ളൂ. ഞാൻ പറയും, നാഷണൽ സംഭവത്തൊന്നും ഹിന്ദി താരം തന്നെ വേണമെന്നില്ല, നമ്മളൊക്കെ അത്യാവശ്യം അറിയുന്നവരാണ് അവിടെ. അങ്ങനെയാണ് മോഹൻലാൽ വരാൻ. അവിടെ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി വിത്ത് ഹാപ്പി, വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സ്വീകരിക്കാം. എത്ര വർഷത്തിന് ശേഷമാണ് അല്ലേ രണ്ടുപേരും കൂടി? ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കാര്യങ്ങൾ. ശരിയാണ്. ഓരോ പോസ്റ്റ് വരുമ്പോഴും, ഓരോ പിറന്നാൾ വരുമ്പോഴും, ഓരോ സിനിമ പറഞ്ഞൊരു ഷോ, അത് ഇത് നമ്മളങ്ങനെ ഒരു മിസ്സിങ് പരസ്പരം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുമോ സംസാരിക്കാതിരിക്കുമോ, എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്തിന് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതുവേദികളിൽ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത്രത്തോളം ഒരുപക്ഷെ ഇവരെയൊന്നും കാണാറില്ലായിരിക്കും നമ്മൾ. ആ കൊച്ചമ്പൻ നമ്മൾ വീടിനടുത്തായതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം. ഓക്കെ, ചാക്കോച്ചൻ, ഈ സിനിമ, ഈ ക്യാരക്ടർ ഇത് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഫീൽ, ഇത്രയും വലിയ സ്കെയില്, ഇത്രയും വലിയ പ്രൊഡക്ഷൻ, ഇവരെല്ലാവരും. അതൊന്നും ചാക്കോച്ചനോട് പറഞ്ഞില്ല, പേടിച്ചു പോകുന്നു. ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞപ്പോ പേടിച്ചോ? ഇല്ലല്ല, ഇത് നേരത്തെ മമ്മൂക്ക സൂചിപ്പിച്ച പോലെ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സ്കെയിലിൽ എടുക്കേണ്ട സിനിമയാണ്, ഇത്രയും ആൾക്കാരുടെ ഒരു കോമ്പിനേഷൻ ഉള്ള സിനിമയാണ്. ലൊക്കേഷൻസും സ്കെഡ്യൂൾസും ഇതിനൊരു ടെക്നിക്കൽ ആസ്പെക്ട്സും എല്ലാം ഒരു മലയാള സിനിമ അങ്ങനെ കണ്ടു പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ ചെയ്ത് ശീലമില്ലാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് അത് മഹേഷിൻ്റെ ഒരു കൺവിക്ഷനും പുള്ളിയുടെ ഒരു ഫോക്കസും പുള്ളിയുടെ ഒരു വളരെ എന്താ പറയുക അൺഡൈങ് ഒരു ഹാർഡ് വർക്കിംഗ് സ്പിരിറ്റ് ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ കുറേ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ആൾക്കാരും, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ടെക്നീഷ്യൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും, ഇവർ ഈ ഒരു പ്രോജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എവിടെബഡി വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഏത് ചെറിയ ഒരു രീതിയിലാണെങ്കിൽ പോലും they wanted to be a part of this. അത് ശരി. ഈ ഒരു മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ക്യാരക്ടർ എന്നതിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ലേ? പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആണെന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നോ? സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ്. ഈ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്ര ആൾക്കാർ വേണം. ഒരാളില്ലാതെ കഴിഞ്ഞാൽ സിനിമ അവിടെ നിൽക്കും. അത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് എല്ലാവരും. അത് രജിമൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്? ആദ്യം വിചാരിച്ചത് തന്നെ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് വിളിക്കുകയെന്ന്. പിന്നെ അതിൻ്റെ എൻഡിലാണ് ഞാൻ ചോദിച്ചു, ആരാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യാൻ? അപ്പം മനുഷ് നന്ദൻ ചെയ്യാമെന്ന്. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്. പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്, ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്കൊരു വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ടായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടാണോ?
ഭംഗി മാത്രമല്ല സ്വഭാവവും അങ്ങനെ വേണമെന്നുള്ളൊരു ഭംഗിക്കിപ്പോൾ ആർക്കാ കുറവ്? എങ്ങനെയാ ഭംഗി ഉണ്ടാകുന്നറിയല്ലേ കാണുന്നയാളുടെ കണ്ണിൽ. നമുക്കിപ്പം ഈ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 സിനിമകൾ വളരെ ലൈറ്റായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന 2 സിനിമകളാണ്. ഒന്ന് വാഴ, ഒന്ന് മോഹിനിയാട്ടം. അതിനിടയ്ക്ക് പാട്രിയറ്റിൻ്റെ ട്രെയിലർ വരും. നേരത്തെ രമേശ് പിഷാരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ട്രെയിലർ വരുന്ന സമയത്ത് തിയേറ്റർ മാറും, നമ്മളെന്തോ വലുത് കാണുന്നു എന്നൊരു ഫീൽ ഉണ്ടാവും. സാധാരണ ഇടവേളകളിലാണ് മനുഷ്യനൊന്ന് അടങ്ങിയിരിക്കുക, പക്ഷെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമ, സംതിങ് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന ഒരു ഫീൽ അതിൻ്റെ മൂവിയിൽ ഇതുണ്ടാവുമോ? മൂവിയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അതും അതിൻ്റെ ഏറ്റവും മുറിയൊക്കെയല്ലേ ഉള്ളൂ. സിനിമ വരുമ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ ഈ കാണാൻ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമ മലയാളികളെ മാത്രം പ്രതീക്ഷിച്ചിറക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അഭിമാനമായി തീരേണ്ട ഒരു സിനിമയാണ്. ഈ മോളിവുഡിന്റെ ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് ഇത്രയും ഓഡിയൻസേ ഉള്ളൂ. മതി, ഇത്രയും ഓഡിയൻസ് മതി നമുക്ക് അതിൽ നിന്ന് കൂടുതൽ മലയാള സിനിമയ്ക്ക് അത്രയും വലിയ മാർക്കറ്റ് ആയി കഴിഞ്ഞു. ഈ ഇത്രയും വലിയൊരു പ്ലോട്ട്, ഇത്രയും വലിയൊരു സ്കെയില്, അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴും ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആളുകൾ സിനിമ കാണാൻ വന്നാൽ ഓഫ് കോഴ്സ് അത്രയൊക്കെ വരും. ശരി, അങ്ങനെ കാണാൻ വന്നാൽ അവരുടെ സിനിമയോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥമായ അർപ്പണം തന്നെയാണ് ഈ സിനിമയെ കൊണ്ടുവരുന്നത്. They should dedicate their time and little money. ഈ സിനിമ ഒരു വലിയ സിനിമയാണ്. ഇത് കുറച്ച് പുതിയ കാര്യങ്ങളും പുതിയ രീതികളും മലയാള സിനിമയിൽ കൊണ്ടുവരും. ഇതൊരു വലിയ വിപണി ഉണ്ടാക്കും, ഇൻഡസ്ട്രി ഹിറ്റായിരിക്കും. നമ്മളൊരു സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനത്തെ കുറച്ച് ചർച്ചകളൊക്കെ വരുന്നതിനെ സിനിമയുടെ ഭാഗമായിട്ടിരിക്കുന്നവരെങ്ങനെ കാണുക? അതിന്റെ ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറയുന്ന പോലെയൊക്കെ നടന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇത് നമ്മളാരും കയ്യിലില്ല. നമ്മളിതിനങ്ങ് തോക്കിന്ന് പോയ ബുള്ളറ്റ് പോലെ എവിടെ പോയി കൊള്ളുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. എണ്ണം വെച്ചാലും ആളുകളുടെ ഇടയിലേക്കാണ് സിനിമ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമയാവണം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സിനിമയാകണം, അല്ലെങ്കിൽ അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന സിനിമയാണ്. ഇത് എന്തെങ്കിലും ഒന്നുണ്ടായില്ലെങ്കിൽ ഇതിൽ വരും പാട്രിയറ്റ്? ഇത് സന്തോഷിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യുന്നൊക്കെ ഒരു സിനിമ തന്നെ. ചിന്തിപ്പിക്കുകയും അതുകൊണ്ട് അതാണെങ്കിൽ കൂടെ ചിന്തയാണ്. നമ്മളൊന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില മുൻകരുതലുകളൊക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ സിനിമ അവരെ പ്രേരിപ്പിച്ചേക്കാൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഒരുപാട് കാലത്ത് എഴുന്നേക്കും മുതൽ ഉറങ്ങുന്നവരെ നമ്മൾ ഏതെങ്കിലും ടെക്നോളജിക്ക് വിധേയരാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട് എന്നൊക്കെ കൂടെ ഈ സിനിമ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എഫേർട്ട് എത്രയായിരുന്നു? ഫൈറ്റിനുള്ള എഫേർട്ട് തന്നെ, ഫൈറ്റിനെ എഫേർട്ട് വേറെ എന്ത്. ഒരു ഞങ്ങൾ 3 പേരും കൂടെ കാറിലൊരു ഫൈറ്റ്. ഞാൻ ട്രെയിലർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ അതിനെടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അല്ല, ആ സമയത്ത് എൻ്റെ ക്യാരക്ടർ എന്താ പറയുക, ഒന്നും പറയണ്ടല്ലേ, ഞാൻ ടയർഡാണ്. അത്രേ ഉള്ളൂ. പറഞ്ഞോ, കുഴപ്പമില്ല, സ്പോയിൽ ചെയ്യാതെ പറഞ്ഞാൽ മതി. അല്ല, സ്പോയിൽ ചെയ്യാതെ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഞാൻ ടയർഡാണ്, എനിക്ക് അത്രത്തോളം ഹെൽത്തി അല്ല ഞാൻ ആ സമയത്ത് ആ സീനിൽ. അപ്പോൾ ഇവര് ചാക്കോച്ചൻ ഡ്രൈവ് ചെയ്യുന്നു, പുള്ളിക്കാരൻ ഈ ഒരു ആംപ്യൂട്ടഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള അത്രയും സൗകര്യങ്ങൾ വെച്ചിട്ടുള്ള ഫൈറ്റാണ്. അതൊരു ഭയങ്കര റിസ്കി ഫൈറ്റാണ്. ഓടുന്ന വണ്ടിയിലാണ്.